നികേഷ് പറയും ഏടത്തി നമുക്ക് കഴിക്കാം, എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയും. നിധി പറയും നമുക്ക് കഴിക്കാം, വേറെ ആരും വരില്ല എന്ന് ചോദിക്കും. നികേഷ് പറയും സുഭാഷ് ഏട്ടൻ പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോവാറാ. സുധീഷ് ഏട്ടൻ മിക്കവാറും പുറത്തുനിന്നാണ് കഴിക്കാറ്. ഹരീഷ് പക്ഷേ കഴിക്കാൻ വരും എന്ന് പറയും. ആ സമയത്ത് ഹരീഷ് ബൈക്കിൽ അങ്ങോട്ട് വരികയാണ്. ഹരീഷ് നിധിയെ കണ്ട ഉടനെ പറയും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്കും. നികേഷ് പിടിച്ചു വെക്കാൻ നോക്കെങ്കിലും ഹരീഷ് പറയും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഹരീഷ് പോവാണ്. നിധിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ചിരി വരും. നികേഷ് പറയും ആള് നാണിച്ചിട്ടാ പോയത്, ഒരു 2 ദിവസം ആകുമ്പോഴത്തേക്ക് ശരിയാവും എന്ന് പറയും. നികേഷ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നിധി വയ്ക്കുമോ ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാല്ലേ. നികേഷ് പറയും ഇവിടെ എല്ലാവർക്കും ഒരു ഏകദേശം എല്ലാ ജോലികളൊക്കെ അറിയാം, എന്നിട്ടെന്താ സുഭാഷ് ഏട്ടനോട് ഒറ്റയ്ക്ക് ചെയ്യിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയും സുഭാഷ് ഏട്ടൻ ഞങ്ങളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യിക്കില്ല, ഞങ്ങളൊന്നും കഷ്ടപ്പെടുന്നത് കാണാൻ സുഭാഷ് ഏട്ടന് ഇഷ്ടമല്ല. നിധി അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നികേഷ് പറയും അമ്മയെ കണ്ട ഓർമ്മയില്ല, ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെയൊക്കെ വളർത്തിയത് സുഭാഷ് ഏട്ടനാണ്. സുഭാഷ് ഏട്ടനില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. സുഭാഷിൻ്റെ സ്നേഹത്തിനെ പറ്റി ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംസാരിക്കുകയാണ് നികേഷ്. അന്നൊന്നും എനിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇപ്പോൾ സുധീഷ് ഏട്ടൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏടത്തിയെ ഏടത്തിയെന്ന് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഏടത്തി അമ്മ എന്ന് വിളിക്കുന്നതാ. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യമാണ് നിധിയുടെ മനസ്സിലേക്ക് വരിക. നികേഷ് പറയും ഓംലെറ്റ് കഴിക്കുകയെന്ന് പറയും. നിധി അത് കഴിക്കുമ്പോൾ നികേഷ് ചോദിക്കും എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ? നിധി പറയും ആ നന്നായിട്ടുണ്ട്. രാത്രി അച്ഛനൊരു റേഡിയോ വെച്ചിട്ട് അതിൻ്റെ കൂടെ പാട്ട് പാടുകയാണ്. നിധി പറയും നന്നായിട്ട് പാടുന്നുണ്ടല്ലോ അച്ഛൻ. സുധീഷ് പറയും എവിടുന്ന ഇപ്പോൾ ഒരു റേഡിയോ കിട്ടിയത്? നിധി പറയും ഇന്ന് വരുമ്പോൾ കയ്യിലുണ്ടായിരുന്നു അത്. നികേഷ് പറയും അതിവിടെ ഉള്ളതാ, ഇന്ന് നന്നാക്കി കൊണ്ടുവന്നതാ. ഇനിയിപ്പോൾ സൗകര്യം കിട്ടില്ല ചെവിക്ക്. റേഡിയോയിൽ മദ്യപാനം എങ്ങനെ നിർത്താമെന്ന് പറയുമ്പോൾ അച്ഛൻ കുടിക്കാൻ നിൽക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അച്ഛൻ അത് ഓഫാക്കി കളയും. സുധി സുഭാഷിനോട് പറയും സുഭാഷ് ഏട്ടാ വിശക്കുന്നു. സുഭാഷ് പറയും ഇപ്പം ആവടാ. നിധി വേഗം സുഭാഷിൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കും ഞാൻ എന്തെങ്കിലും സഹായിക്കണം? സുഭാഷ് പറയും വേണ്ട, ഇത് കഴിയാറായി എന്ന് പറയും. നിധി പറയും എന്നാൽ ഞാൻ ഈ പച്ചക്കറിയൊക്കെ കഴുകി തരാമെന്ന് പറഞ്ഞിട്ട് അത് കഴുകുകയാണ്. സുധി നികേഷിനെ വിളിച്ചിട്ട് നിധിയെ കാണിച്ചിട്ട് പറയും എത്ര വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞാലും അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല, എന്തൊരു വിനയാണെന്നൊക്കെ പറയും. നികേഷ് പറയും അതൊക്കെ ശരിയാ, പക്ഷേ കിട്ടിയ ചെക്കൻ മാത്രം മോശമായിപ്പോയി. ആ സമയത്ത് ഹരീഷ് അങ്ങോട്ട് വരികയാണ്. നികേഷ് പറയും ഏടത്തി ഉച്ചയ്ക്ക് ചോറുണ്ണാതെ പോയ ആൾ വരുന്നുണ്ടെന്ന് പറയും. സുഭാഷ് ചോദിക്കും അതാരാടാന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയും ഹരീഷ് ഏട്ടൻ ഉച്ചയ്ക്ക് വന്നിട്ട് ചോറ് തിന്നാതെ വിടുന്ന് പോയി എന്ന് പറയും. ഹരീഷ് വന്ന പാടെ തന്നെ നിധി ചോദിക്കും എന്താ ഇപ്പോൾ ഓടുന്നില്ലെന്ന് ചോദിക്കും. ഹരീഷ് പക്ഷേ ഒന്നും മിണ്ടില്ല. കയ്യിലുള്ള ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നികേഷ് അത് വാങ്ങിച്ച് പൊട്ടിച്ചു നോക്കും. സുഭാഷ് പറയും ഹരീഷ് ആരോടെ പിണങ്ങിയ വൈകുന്നേരം ഒരു ഗിഫ്റ്റും കൊണ്ട് വന്നിട്ടാണ് കോംപ്രമൈസ് ചെയ്യാറ്. സുധി പറയും എനിക്ക് മാത്രം ഒന്നും തന്നിട്ടില്ല. സുഭാഷ് പറയും നിനക്ക് തരാനാണെങ്കിൽ അവനെൻ്റെ ശമ്പളം മതിയാവില്ല. നികേഷ് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിലൊരു കപ്പാണ് ഉണ്ടാവുക. ഇത് കണ്ടിട്ട് സുധി കളിയാക്കും. നിധി ആ കപ്പ് വാങ്ങിച്ചിട്ട് പറയും ഇതെനിക്ക് ഇഷ്ടമായി. അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നിധി ചോദിക്കും അച്ഛനെ കൂടെ വിളിച്ചുകൂടെ എന്ന് ചോദിക്കും. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് പറയും. സുഭാഷ് പറയും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ പോയിട്ട് അകത്തേക്ക് ഫുഡ് കഴിക്കാൻ വിളിക്കുകയാണ്. അച്ഛൻ പറയും നീ നടന്നോ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. അച്ഛനകത്ത് വന്നിട്ട് വൃത്തിയില്ലാതെ കഴിക്കുന്നത് കാണുമ്പോൾ നിധിക്ക് കഴിക്കാൻ തോന്നില്ല. നികേഷ് പറയും ഇതുകൊണ്ടാണ് അകത്തേക്ക് വിളിക്കേണ്ടെന്ന് പറഞ്ഞത്. നിധിയുടെ വീട്ടിലെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാതിരിക്കുക. അച്ഛൻ ബിസിനസ്സിനെ പറ്റി പറയുമ്പോൾ അരുൺ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നീ എന്താലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് ചോദിക്കുമ്പോൾ അരുൺ പറയും ഞാൻ സുധീഷിനെ അവരുടെ വീട്ടുകാരെ പറ്റിയൊക്കെ അന്വേഷിച്ചിരുന്നു. അച്ഛൻ പറയും അവരെ പറ്റിയൊന്നും ഇവിടെ സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അവൾ കഷ്ടപ്പെടുകയോ ജീവിക്കുകയോ മരിക്കുകയോ എന്ത് വേണേലും ആയിക്കോട്ടെ. അരുൺ പറയും ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ച അച്ഛാ, പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല. നമ്മളെ നാണം കടത്തി പോയതാണെങ്കിലും അവൾ താമസിക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് അന്വേഷിക്കണം എന്ന് തോന്നി. കാശില്ലെങ്കിലും നല്ലൊരു കുടുംബമായാൽ മതിയെന്നായിരുന്നു ഉള്ളിലുള്ള തോന്നൽ. അമ്മ എന്താന്ന് ചോദിക്കുമ്പോൾ അരുൺ പറയും അതൊരു തല്ലിപ്പൊളി ഫാമിലിയാണ് അമ്മേ, നിധി അവിടെ സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വീടാണെന്ന് പോലും പറയാൻ പറ്റില്ല. 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു കെട്ടിടം, പിന്നെ ഫുൾ ടൈം കള്ളും കുടിച്ച് നടക്കുന്ന ഒരു തന്തയും. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വിഷമാവും. പെണ്ണുങ്ങളൊന്നുമില്ലാതെ ആ വീട്ടിൽ അവൾ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയും? അരുൺ പറയും അവരുടെ അച്ഛനെ ആദ്യത്തെ ഭാര്യയെ ചവിട്ടിക്കൊന്ന് ജയിലിൽ പോയതാ. ഇതൊക്കെ കേട്ടിട്ട് അച്ഛൻ ചോദിക്കും സത്യമാണോ അരുൺ? അതെ അച്ഛാ. അച്ഛൻ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. ഉള്ളിൽ മുഴുവൻ അരുൺ പറഞ്ഞ കാര്യങ്ങളാണ്. നിധി കൊലായിലിരിക്കുമ്പോൾ കൊതുക് കടിക്കും, അതിനെങ്ങനെ അടിക്കുകയാണ്. സുധി ഇത് കണ്ടിട്ട് അകത്ത് പോയിട്ട് ഒരു ഓയിൻമെൻറ്റ് എടുത്തിട്ട് നിധിക്ക് കൊടുക്കും. ഇത് പുരട്ടിയാൽ മതി, കൊതുക് കടിക്കില്ല. നിധി അതെടുത്ത് പുരട്ടിയിട്ട് സുധിയോട് ചോദിക്കും ഞാൻ ഇപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കും ഇയാളുടെ കമ്പനി എവിടെ? സുധി ഇങ്ങനെ മനസ്സ് പറയും അന്ന് തള്ളിയതൊക്കെ ഇപ്പോൾ പണിയായി, അതവിടെ തന്നെ ഉണ്ട്. നിധി ചോദിക്കും അവിടെ കുറേ ജോലിക്കാരുണ്ടോ എന്ന് ചോദിക്കും. സുധി പറയും അവിടെ ഒരു 3-4 പേരുണ്ട്. നിധി വരും ഒരു ദിവസം എനിക്കും അങ്ങോട്ട് വരണം. ഇത് കേൾക്കുമ്പോൾ സുധി ഒന്ന് ഞെട്ടും. സുധി ചോദിക്കും വന്നിട്ട് എന്തിനാ, വെറുതെ ബോറടിക്കുകയുള്ളൂ. നിധി പറയും ഇവിടെയും ബോറടി തന്നെയല്ലേ, അവിടെ വന്നാൽ എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്യാലോ. സുധി പറയും അതെ അതെ അതെ, നമുക്ക് ഏതായാലും ഒരു ദിവസം പോവാം. ഇയാളുടെ ചേട്ടൻ്റെ ഓഫീസ് എവിടെ? സുധിക്ക് എന്തേ ബോറടിക്കുമ്പോൾ അവിടെയും പോയി ഇരിക്കാനാണോ? നിധി പറയും ഇല്ല വെറുതെ ചോദിച്ചാ. ചേട്ടൻ ആർക്കിടെക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? സുധി പറയും ആർക്കിടെക്റ്റ് ആണോ? നിധി ചോദിക്കും അങ്ങനെയല്ലേ പറഞ്ഞത്? സുധി പറയും ആണ് ആണ്.
നിധി പറയും ഞാനും പഠിച്ചത് അതാ, അറിയില്ലേ? പക്ഷേ സുഭാഷ് ഏട്ടൻ അങ്ങനെയുള്ള ഒരു ആർക്കിടെക്റ്റ് അല്ല. മൊത്തം കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു ആർക്കിടെക്റ്റ് ഇല്ലേ? നിധി പറയും അത് സൂപ്പർവൈസർ അല്ലേ? സുധി പറയും ആ, ആർക്കിടെക്റ്റിൻ്റെ പവറുള്ളൊരു സൂപ്പർവൈസർ. നിധി വയ്ക്കും ചേട്ടൻ്റെ ഓഫീസിൽ എനിക്കൊരു ജോലി കിട്ടുമോ? ഇത് കേട്ടിട്ട് സുധിയാണെങ്കിൽ മറുപടി പറയാൻ പറ്റാതെ നിന്ന് പോവാണ്.